ഇന്ന് കുറച്ച് പൂച്ചക്കഥകളാണ് പറയാൻ പോണ കേട്ടോ. ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു 3 പൂച്ചകളുടെ കഥകളാണ്. ഇത് ഞങ്ങളുടെ ടുട്ടു. ആദ്യം കാണിച്ചത് അവൻ്റെ ഫോട്ടോ തന്നെയാണ്, ചെറുപ്പത്തിലുള്ള ഫോട്ടോ. കുറേ പഴയ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പണ്ട്. പിന്നെ ഇവൻ ഞങ്ങളുടെ കൂടെ ഒരു 6 കൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു. എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ ഭയങ്കര സുഖമാനായിരിക്കുന്നത് കണ്ടില്ലേ. പഴയ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് ഞാനിപ്പോൾ ഒന്ന് കുറച്ച് കഥ പറയാനായിട്ട് തോന്നി. എനിക്ക് അത്ര ഇഷ്ടമാണ് പൂച്ചകളെ. ഇപ്പോൾ ഇവനെ ചെറുപ്പത്തിൽ 2 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയ കേട്ടോ. അപ്പോൾ ഇവനെ ഒരു കുട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെന്തോ ഇവൻ്റെ മീശയൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു തീൻ്റെ അടുത്തൊക്കെ പോയിട്ട്. അപ്പോൾ എനിക്ക് പാവമൊക്കെ തോന്നി. പിന്നെ വീട്ടിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തി. അവൻ അങ്ങനെ ഞങ്ങളുടെ കൂടെ തന്നെയായി. പിന്നെ ഇടയ്ക്കൊക്കെ കണ്ടംപൂച്ച കാരണം പുറത്തൊക്കെ പോകാൻ കറങ്ങാനൊക്കെ പോയി വരും. പിന്നെ വന്നാലും നല്ല സ്നേഹമൊക്കെയാണ്. അങ്ങനെ കുറേയൊന്നും മാറി നിൽക്കൊന്നുമില്ല. പിന്നെ ഒരു ദിവസം പിന്നെ ഒരാഴ്ചത്തേക്ക് ഞാനൊന്ന് ടൂറ് പോയിരുന്നു. അപ്പോൾ അവൻ ഈ പറഞ്ഞാൽ ഞാൻ എവിടെ പോയെന്ന് വെച്ചിട്ട് പിന്നെ അവൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ അവനെന്തോ പറ്റി തിരിച്ച് വന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗട്ടറിലൊക്കെ വീണാണോ എന്താ സംഭവിച്ചതെന്നറിയില്ല. പിന്നെ ഈ കൂടെ ഇരിക്കുന്നത് ഓറഞ്ച് എന്നാണ് ഞങ്ങൾ ഇട്ടേക്കുന്ന പേര്. ആദ്യത്തെ ടുട്ടൂട്ട് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഇത് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ കളർ കണ്ടുകൊണ്ട് തന്നെ ഓറഞ്ചെന്ന് വിളിച്ചതാണ് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള പൂച്ചയാണ്. ഇവനീ പറഞ്ഞാൽ ഞങ്ങൾ വളർത്തിയൊന്നുമല്ല, പക്ഷേ ഈ ഞങ്ങളുടെ ടുട്ടുവിൻ്റെ കൂടെ നടന്ന് ഇവൻ്റെ കൂടെ വന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഈ ടുട്ടുവിനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവൻ്റെ പിന്നാലെ നടന്നപ്പോൾ ടുട്ടുവാണ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് ഇവന് ഓരോ കാര്യങ്ങൾ. ടുട്ടു ഏതാണ്ട് ചേട്ടനെ പോലെ ആയിരുന്നു ഇവൻ എന്നിട്ട് ടുട്ടു വേണ്ടാന്ന് പറഞ്ഞയച്ചാലും ഓറഞ്ച് ഇങ്ങനെ പിന്നാലെ നടക്കും. അങ്ങനെ പിന്നെ ഭയങ്കര പാമ്പൂച്ചയെന്ന് വെച്ചാൽ ഇതുപോലൊരു പാമ്പൂച്ച ഞാൻ കണ്ടിട്ടില്ല. ടുട്ടു ഇത്തിരി സാമർത്ഥ്യക്കാരനും ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇവൻ ഭയങ്കര ഒരു പാവമായിരുന്നു. ഇവൻ ഞങ്ങളെ വീട്ടിലൊക്കെ വരുമായിരുന്നു. പിന്നെ ഇനി 3ാമതൊരു പൂച്ചനെ കാണിക്കാൻ പോകുന്നുണ്ട്. അത് അവളുടെ പേര് മിന്നു എന്നാണ് അവൾ പറയുക. അപ്പോൾ ഈ 2 പൂച്ചയും കണ്ടംപൂച്ചയായിരുന്നു. പിന്നെ ടുട്ടു പുറത്ത് പോയിട്ട് പിന്നെ വന്നില്ലല്ലോ. പക്ഷേ അതിനുശേഷം ഇവനാണ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം വരാറുള്ളത്. പക്ഷേ ഇവൻ വന്നാലും താമസിക്കൊന്നുമില്ല കേട്ടോ. വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോകും, സ്നേഹമൊക്കെ കാണിച്ച് പോകും. അപ്പോൾ എനിക്ക് വീട്ടിലൊരു പൂച്ച വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പൂച്ചനെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഫേസ്ബുക്കിലൊക്കെ ചുമ്മാ സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു പൂച്ച ഉണ്ട്, അഡോപ്റ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടുവന്നാണ് ഞങ്ങളുടെ മിന്നുവിനെ. ഇവളാണ് മിന്നു. ഇവൾക്കൊരു 1.5 മാസമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കിട്ടുമ്പോൾ. വരുമ്പോൾ തന്നെ വയറൊക്കെ ഭയങ്കര പെട്ടി വയറ് പോലെയായിരുന്നു. പിങ്ക് കളറായിട്ട് വയറ് മാത്രം വീർത്തിരിക്കുകയായിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആക്ച്വലി അങ്ങേര് ഓവർ ഫീഡ് ചെയ്തുകൊണ്ടാണ് ഈ പൂച്ച ഇങ്ങനെ ആയത്. അപ്പോൾ പൂച്ച ഇവളുടെ അമ്മയ്ക്ക് 2ാമത് മക്കളുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മൂത്ത മക്കളെ കൂടി ശ്രദ്ധിക്കാനായിട്ട്, അതായത് അവരെ വേറെ സെപ്പറേറ്റ് ചെയ്തു ഈ ഓണർ. സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവളുടെ സിബ്ലിങ്സിനൊക്കെ ബാക്കി എല്ലാവരും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഇവൾ ഒറ്റയ്ക്കായി. അങ്ങനെ ഇവൾക്ക് ഇറച്ചിയൊക്കെ കൊടുക്കുമായിരുന്നു. ഭയങ്കര ചെറുപ്പത്തിൽ തന്നെ പച്ചക്കൊക്കെ ഇറച്ചി കൊടുത്ത് അങ്ങനെ ഓവർ ഫീഡായിട്ട് അങ്ങനെ ആയതാണ്. അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. കൈ കിട്ടിയപ്പോൾ വയറ് ഭയങ്കര വളർച്ചയാണല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ വെച്ച് ഞങ്ങൾ ക്ലിനിക്കിലൊക്കെ പോയി ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് ദഹനക്കേടും കാര്യങ്ങളൊക്കെയാണ്, മരുന്നൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ എടുത്ത് നേരേക്ക് മിടുക്കിയായിട്ട് ഞങ്ങളുടെ കൂടെ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 1.5 മാസം മുമ്പ് ഇവള് ഞങ്ങളെ വിട്ടുപോയി. ഇപ്പോൾ ഇവളില്ല.